ഇതെന്താ മനസ്സിലായോ? ഡിഷ് വാഷറിനകത്ത് ഉപയോഗിക്കുന്ന സോൾട്ടിന്റെ ഗ്രാനുവൽസ് ആണ്. അതായത് ഡിഷ് വാഷർ നമ്മൾ കുറച്ചുനാൾ ഉപയോഗിച്ച് കഴിയുമ്പം അതിന്റെ വാട്ടറൊക്കെ സോഫ്റ്റ്നെസ് ഒക്കെ കുറയും. അപ്പം സോഫ്റ്റ്നെസ് കുറയുമ്പോൾ അതിന്റെ പെർഫോമൻസ് കുറയും. നമ്മളുടെ തുണികളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകുന്നതിന്റെ ആ ഒരു നമ്മൾ നേരത്തെ ഉദ്ദേശിക്കുന്ന അത്രയും ഒരു ക്ലെൻനെസ് ഒന്നും കിട്ടത്തില്ല. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഞാനും മേടിച്ചിരുന്ന ടെസ്കോയിൽ നിന്നാണ് സോൾട്ട്. അത് ഇട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മൾ ഇത് തുറന്നുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഈ ഡിഷ് വാഷറിന്റെ കൂടെ തന്നെ കിട്ടിയതാണ് ഇങ്ങനത്തെ ഒരു ചോർപ്പ്. അപ്പോൾ ചോർപ്പ് എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഫില്ലാകുമ്പോൾ നമുക്കിത് ലോക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഡിഷ് വാഷറിന് നല്ല പെർഫോമൻസ്. അതായത് നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. അത് പ്രത്യേകിച്ച് വെള്ളം സോഫ്റ്റ് ആക്കും. അതാണ് മെയിൻ വേണ്ടത്. നമ്മുടെ പാത്രം കഴുകുമ്പം വെള്ളം സോഫ്റ്റ് ആക്കിയിട്ടെങ്കിലേ ശരിയാകത്തുള്ളൂ. എനിക്ക് ഇത്ര നാളും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇന്നാണ് ഇത് പഠിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാനെന്ന് വെച്ചാൽ എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.